എറണാകുളം വാഴക്കുളം പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ സംഘർഷം. ഭൂമി ഒഴിപ്പിക്കാനെത്തിയ അഭിഭാഷക കമ്മീഷനെ പ്രതിഷേധക്കാർ തടഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ച് അഭിഭാഷക കമ്മീഷൻ പിൻവാങ്ങി. ഞങ്ങളെങ്ങോട്ട് പോണേ? ഞങ്ങൾ പോകില്ല. ഞങ്ങളെ കൊന്നുകൊണ്ട് പണി കൊണ്ടുപോട്ടെ, അല്ലാണ്ട് ഞങ്ങൾ പോകില്ല. ഈ വാക്കുകൾ വാഴക്കുളം പാരിയത്തുകാവിലെ 8 കുടുംബങ്ങളുടെ വാക്കുകളാണ്. ജനിച്ചു വീണ മണ്ണിനു വേണ്ടി അവർ പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളായി. പെരിയാർ വാലി കനാലിനോട് ചേർന്ന 19 ഏക്കറോളം വരുന്ന സർക്കാർ പുറമ്പോക്ക് ഭൂമി. അതിൽ 2 ഏക്കറിൽ താമസിക്കുന്നത് 8 കുടുംബങ്ങൾ. പഞ്ചായത്തുകൾ കയറിയിറങ്ങി കേറിക്കിടക്കാൻ ഒരു കൂര പണിതപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥത അവകാശപ്പെട്ടുകൊണ്ട് സ്വകാര്യ വ്യക്തി രംഗത്തു വന്നു. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധിയും. അന്നു തുടങ്ങിയതാണ് മണ്ണിനു വേണ്ടിയുള്ള ഈ പോരാട്ടം. വൻ പോലീസ് സന്നാഹത്തോടെ കുടിയൊഴിപ്പിക്കൽ നടപടിക്കായി അഭിഭാഷക കമ്മീഷൻ പ്രദേശത്തെത്തുന്നത് 8 തവണ. എന്നാൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഓരോ തവണയും മടങ്ങേണ്ടി വന്നു. രേഖകൾ ഹാജരാക്കാൻ 2 ആഴ്ചത്തെ സമയം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഒഴിപ്പിക്കുന്നതിനായി അഭിഭാഷക കമ്മീഷൻ പ്രദേശത്തെത്തുന്നത്. നിയമാനുസൃത നടപടിക്കെതിരല്ലെന്നും എന്നാൽ നോട്ടീസ് നൽകാതെ കുടിയൊഴിപ്പിക്കൽ അംഗീകരിക്കില്ലെന്നുമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കമ്മീഷനോട് നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞു. സുപ്രീം കോടതി ഇവർക്ക് 2 ആഴ്ച ഡോക്യുമെൻ്റ് ഹാജരാക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. അതുവരെയും ഇത് ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിൽ അവസാനം സമ്മതിച്ച് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഒഴിപ്പിക്കുന്നതിനെതിരെ പ്രദേശത്ത് അനിശ്ചിതകാല സമരം തുടരുകയാണ്. ജനിച്ചു വളർന്ന മണ്ണാണ്. പെട്ടെന്നൊരു ദിവസം ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾ എങ്ങോട്ടിറങ്ങും? മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടമാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. ക്യാമറമാൻ രാഹുൽ VS-നൊപ്പം അൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പാരിയത്തുകാവിലെ 8 കുടുംബങ്ങളുടെ ദുരിതമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നപ്പോൾ തൊട്ടു തുടങ്ങിയതാണ് ഇവരുടെ ഈ പ്രതിഷേധം. പാരിയത്തുകാവിലെ ജനങ്ങളുടെ ആശങ്ക എന്താണ്? അവരുടെ ആവശ്യം എന്താണ്? നമുക്ക് നോക്കാം പ്രതികരണങ്ങളിൽ. അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ? 19, 60, 70 കൊല്ലമായി ഇവിടെ ജീവിക്കണു. അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റുമോ? എങ്ങോട്ടാണ് പോകുന്നത്? പോകാനായിട്ടൊരു ഇടം വേണമല്ലോ. അവർക്കൊരു സെൻറ്റ് ഭൂമിയോ ഒരുങ്ങി ഒരു വീടോ ഇല്ല. പണിതോടത്തോളം ഇവർ കാലം വരെ പണിത് മുഴുവനും ഇവർ വീടിന് വേണ്ടി ചിലവാക്കി. ഇനി ഈ വീട് കളഞ്ഞിട്ട് അവരെവിടെ പോകും? ഞങ്ങൾ ജനിച്ച മണ്ണാണത്. പിന്നെ ഇവിടുന്ന് പോകാനുള്ള താല്പര്യം ഞങ്ങൾക്കില്ല. അവർ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാറിക്കൊടുക്കാൻ ഒരു സമാധാനമില്ല. അവിടെ വർത്തമാനം പറയാൻ പോലും പറ്റണല്ലോ ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. ഞങ്ങൾ കാലങ്ങളായി ഇവിടെ കിടക്കണേ. ഞങ്ങളുടെ അച്ഛൻ്റെ കാലം തുടങ്ങി കിടക്കണതാണ്. ഞങ്ങൾ മരിച്ചല്ലാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകില്ല. അങ്ങനെ അവർ ഇറക്കി വിടാൻ വന്നാൽ ഞങ്ങൾ ആ വീട്ടിൽ കിടന്ന് മരിക്കും. അതല്ലാതെ ഞങ്ങൾ ഇറങ്ങിപ്പോകില്ല എന്തായാലും.